ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിൻചേട്ടൻ വിളിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ദിവസം എനിറ്റേക്കണത്. ഞായറാഴ്ചയല്ലേ, പിന്നെ നമ്മൾ തലേന്ന് സിനിമയ്ക്ക് പോയിണ്ടായിരുന്നു. അത് ഏതാ വിക്രമിൻ്റെ ഏതൊരു പടത്തിനാട്ടോ പോയത്, എനിക്കറിയില്ല. തമിഴ് പടമായതുകൊണ്ട് ഞാൻ പിന്നെ കഥ അങ്ങനെ മനസ്സിലാക്കിയിരുന്ന് കാണുന്നല്ലാണ്ട് എനിക്ക് ഒരു പെടുത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പടം. പിന്നെ ഫസ്റ്റിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാ, കാരണം നമ്മൾ 10 മണിയുടെ എങ്ങാണ്ട് ഷോയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഉറക്കക്ഷീണത്തിലാണ് ഞാനിത് കണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ സമയമായതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വിൻചേട്ടൻ എനിക്ക് കുളിച്ച് വിൻചേട്ടന് വിസിറ്റ് ഉണ്ടായിരുന്നുണ്ട് രാവിലെ തന്നെ പോവാൻ. അപ്പോൾ എന്നെ വിളിച്ചില്ല വിൻചേട്ടൻ എൻ്റെ. അപ്പോൾ വിൻചേട്ടൻ എനിക്ക് കുളിച്ച് വന്നിട്ടാണ് എന്നെ വിളിച്ചത്, ഡി പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ വേഗം ചാടി ഇട്ടിട്ട് അയ്യോ ഇപ്പം ഇന്ന് വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എനിറ്റും. പിന്നെ വിൻചേട്ടൻ വിളക്ക് കൊളുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ വേഗം ഒരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടു. അപ്പോൾ ജസ്റ്റ് വിസിറ്റ് പോയിട്ട് വരാം, 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വരാം. ഇടയ്ക്ക് സൺഡേയിൽ ഇങ്ങനെ പോവാറുണ്ടല്ലോ വിസിറ്റ്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് കേട്ടോ. അപ്പോൾ വേഗം ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ വിൻചേട്ടൻ പോയി. അപ്പോൾ നമ്മുടെ മനോജേട്ടൻ്റെ സ്കൂട്ടിയാട്ടോ, വിൻചേട്ടൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് മനോജേട്ടൻ്റെ വീട്ടിലാണ് വെച്ചേക്കണത്. നമ്മൾ ഇന്നലെ സിനിമയ്ക്ക് പോയി വരുമ്പോൾ. അപ്പോൾ എന്നിട്ട് മനോജേട്ടൻ്റെ സ്കൂട്ടി കൊണ്ടാണ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ അത് എനിക്ക് ചപ്പാത്തി പാക്കറ്റ് കൊടുന്ന് തന്നിട്ട്, ഞാൻ വീട്ടിൽ കയറി വിൻചേട്ടൻ വീണ്ടും കടയിൽ പോയിട്ടൊരു ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയിട്ട് കൊടുന്ന് തന്നു. കാരണം തേജപ്പം ഇന്നലെ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിരുന്നു ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണ്ടാവും, ചിലപ്പോൾ വേഗം എനിറ്റാലോ, അത്യാവശ്യം സമയമായിട്ടുണ്ട്, കാരണം 9 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കാൻ നിന്ന് നേരം കളയണ്ട എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് എനിക്ക് കൊടുന്ന് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാൻ നോക്കി ഫസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുക, അതിലേക്കുള്ള കറി മീൻസ് ചപ്പാത്തി ഇങ്ങനെ കുഴച്ചുണ്ടാക്കേണ്ട ആ പണി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അകൊക്കെ അടിച്ചൊരു തുടച്ച് കുളിച്ചിട്ട് പതുക്കെ ചപ്പാത്തിയുടെ കറി വയ്ക്കാം. ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കല്ലേ വേണ്ടോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ തീർക്കാൻ നോക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ തേജപ്പം നല്ല ഉറക്കമാണ്. തേജു ഇപ്പോൾ എനിക്കുമ്പോൾ നല്ല നേരം വഴുകും. 10:30 ആദ്യം 10 മണിക്ക് കിടന്നിട്ട് അവൻ്റെ സമയം ഇപ്പം 12 മണിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം വന്ന് വിൻചേട്ടൻ വിളക്ക് കൊളുത്തിണ്ടായിരുന്നല്ലോ, ഒന്ന് വന്ന് തൊഴുതു, നമ്മുടെ കുറിയൊക്കെ എടുത്തിട്ട് തൊട്ടു. ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് ഒരു കുറി തൊട്ടാൽ തന്നെ ഒരു തൃപ്തി തോന്നും. പിന്നെ നേരെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ആദ്യക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്ത് വെക്കണം കറി. കാരണം തലേന്ന് ഞാൻ ഉരുളൻകിഴങ്ങും സബോളയും മസാലക്കറി വെച്ചു. അപ്പോൾ ചപ്പാത്തിക്ക് അതൊക്കെയല്ലോ ടേസ്റ്റ് ഉണ്ടാവുക, നല്ല കോമ്പിനേഷൻ. അപ്പോൾ അത് വെക്കണ്ട. ലാസ്റ്റ് ഞാൻ നമ്മുടെ മുട്ടക്കറിയിലേക്ക് തന്നെ എത്തിയിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ വിൻചേട്ടൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേറെ വാങ്ങണോ നോക്കട്ടെ, ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഉച്ചത്തേക്ക്. അപ്പോൾ ഞാൻ മീൻ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചോറിനുള്ള വെള്ളം ഒപ്പം വെച്ചു. പരമാവധി ഒപ്പം തന്നെ ഞാൻ പണികൾ തീർക്കാൻ നോക്കിയിട്ടാ, അല്ലെങ്കിൽ 1 മണി 2 മണി വരെയും പണിയോട് പണിയായിരിക്കും. നമുക്ക് ഇരിക്കാൻ നേരം കിട്ടില്ല. ഈ ഞായറാഴ്ചകളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, രാവിലെ നേരത്തെ ഇട്ടിട്ട് എല്ലാം ആക്കില്ലല്ലോ, പതുക്കെ ആക്കാമെന്നല്ല വിചാരിക്കുക. അപ്പം ഞാൻ മുട്ടക്കറിക്ക് ഇതേ മുട്ട വെച്ചു. പിന്നെ നമ്മുടെ ചുക്കുവെള്ളം പാത്രത്തിൽ ജഗ്ഗിലാക്കിയിട്ട് ഇതേ മേശയമ്മ കൊണ്ടുവച്ചു. അങ്ങനെ മുട്ട അവിടെ കിടന്ന് വെന്തോളും. ഞാൻ കെറ്റില്ല കേട്ടോ മുട്ട വേവിക്കാറ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചോറിന് അരി ഇട്ടു. അപ്പുറത്ത് ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ചോറിന് അരി ഇട്ടു. പിന്നെ ഇപ്പുറത്ത് ഞാൻ മുട്ടക്കറിയുടെ പരിപാടികളായിട്ട് തുടങ്ങണത്. മുട്ടക്കറി വെക്കണതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഉച്ചത്തേക്കുള്ളതും കൂടി ഇപ്പം അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഇരിക്കാം, വർത്താനൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ മീൻ കൊടുന്നിട്ട് വേണം മീൻ കറി വെക്കണമെങ്കിൽ, മീൻ വറക്കണമെങ്കിലും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടിയും ചെറുത് വെച്ചാലോ എന്ന് എനിക്കിങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ മീൻ വറക്കാൻ മാത്രമുള്ളതാണ്, നമുക്കിങ്ങനെ ഒരുപാട് കറി വേണമെന്നൊന്നും ഇല്ല കേട്ടോ ചോറിന്. എന്തെങ്കിലും ഉപ്പേരിയോ കൂട്ടാനോ, അല്ലെങ്കിൽ ഉപ്പേരിയോ എന്താ പറയുക വല്ല സോയാബീൻ വറുത്തതോ മീൻ വറുത്തതോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഒഴിച്ചുകറി ആണെങ്കിൽ ആ ഒഴിച്ചുകറിയും എന്തെങ്കിലും ഇതുപോലെ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും മതി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉപ്പേരിയും കൂട്ടാനും മീൻ വറുത്തതും ഓംലേറ്റും അങ്ങനെ കുറേ ഐറ്റംസ് വേണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ. എന്തെങ്കിലും 2 ഐറ്റം മതി, അതിൽ തന്നെ ധാരാളമാണ്. ചിലപ്പോൾ ഞാൻ പറയാറില്ല എന്തെങ്കിലും ഉപ്പേരിയോ, അല്ലെങ്കിൽ എന്നിട്ടോ നമ്മുടെ ഉപ്പിലിട്ട മുളക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉപ്പിലിട്ട മുളകും എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ എനിക്ക് കുശാലാണ് കേട്ടോ. എനിക്കെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. തേജപ്പിന് പിന്നെ എന്തിൻ്റെ കൂടി വല്ല പപ്പടോ സോയാബീനോ ഉണ്ടായാൽ മതി, അങ്ങനെ ഒരുപാട് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വിചാരിച്ചു എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാം. ഇനി അഥവാ വിൻചേട്ടൻ വറുക്കാനുള്ള മീനാണ് കൊടുന്ന് വെച്ചെങ്കിൽ ഉപ്പേരി വറുത്ത മീനും പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പപ്പടമൊക്കെ ആയിട്ട്, അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉപ്പേരിയും കൂടി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടിയിട്ട് ഒരു വട്ടത്തിരിച്ചിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം കഴിയുന്ന പണികൾ ഇപ്പോൾ തന്നെ തീർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബീൻസും ക്യാരറ്റും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാട്ടോ ഞാൻ വെക്കണത്. ഞാനിത് വെക്കണത് എങ്ങനെയാണെന്നറിയോ, വെച്ച് തുടങ്ങിയത് ഞാൻ ഒന്നെങ്കിൽ ബീൻസ് വെക്കുകയാണെങ്കിൽ ബീൻസ് ഉപ്പേരി മാത്രം, അല്ലെങ്കിൽ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് ഉപ്പേരി മാത്രം, അങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇന്നാൾ നമ്മളിവിടെ തേജപ്പൻ്റെ ഫ്രണ്ട്സിൽ മിച്ചു എന്നൊക്കെ പറയില്ലേ, തേജു നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സുധിച്ചേച്ചിയുടെ വീടിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ അവിടേക്ക് ഞാൻ അവിടുത്തെ പറട എന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഉപ്പേരി. ക്യാരറ്റും ബീൻസും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഉപ്പേരി. അതിന് ശേഷം ഞാനിപ്പോൾ
എപ്പോൾ കടയിൽ പോയാലും പച്ചക്കറി വാങ്ങുമ്പോൾ ക്യാരറ്റും ബീൻസും എക്സ്ട്രാ കുറച്ച് വാങ്ങിക്കൊടുന്ന് വെക്കും, ഇങ്ങനെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാ. ഒരാൾ നീച്ചിട്ടുണ്ട് കേട്ടോ, എന്തോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അമ്പോ എൻ്റെ കുട്ടി ചെയ്യണോക്കിയേ, ബെഡ്ഷീറ്റൊക്കെ ഇടുന്ന കാണാനില്ലേ തേജുവിന്? കാണട്ടെ തേജു ഫാൻസ്. വേറെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചാൽ പുതപ്പ് മടക്കി വെച്ച് ബെഡ്ഷീറ്റ് വിരിച്ചാൽ ആരാ തേജു? കാണാനില്ലേക്ക് കാണാനില്ലേ? ഇങ്ങോട്ട് കേട്ട് ഉറക്കെ പറയും, നോക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, എങ്ങനെ മടക്കി വെച്ച്? ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെ മടക്കി വെച്ചേക്കണം തന്നെ. വാവ്, നല്ല ഭംഗിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. ചുരുട്ടി കൂട്ടി വെച്ചു അല്ലേ? കൈ ഇറക്കരുത് കേട്ടോ, കൈ ഇറക്കരുത് പെണ്ണ. നല്ല കുട്ടിക്ക് പറ്റണ പോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ഇതൊക്കെ കുടഞ്ഞ് വിരിച്ച്. എത്ര നല്ല കുട്ടിയോ. അവനെ എന്താ സംഭവിച്ചാലേ, ക്ലാസ്സിൽ പോകുമ്പോൾ ഇവൻ എനിക്കണ നേരത്തല്ല ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കണത് അവൻ കാണാറ്. ഇങ്ങനെ ഇരിക്കണേ മടക്കി വെക്കണ കാണാറ്. അപ്പം പറയും ഇനി അമ്മ മടക്കി വെക്കണ്ട, ഞാൻ മടക്കി വെക്കാം, വെക്കേഷനായ ഇനി തൊട്ടിട്ട് ഞാൻ കിടന്ന് എനിക്ക് വരും. അവനാണ് ലാസ്റ്റ് എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഇരിക്കണേ, അവനല്ലോ ലാസ്റ്റ് എനിക്ക് വരാറ്. അപ്പോൾ അവൻ എനിക്ക് വന്നതിന് ശേഷം എനിക്ക് മടക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവൻ എനിക്ക് വന്നപ്പോൾ ഞങ്ങൾ പറയും ഇപ്പം നേരത്തെ എനിക്ക് വെച്ചതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇരിക്കാടുന്നു, എൻ്റെ എല്ലാം ഇരിക്കണ നേരത്തായിരിക്കും അവൻ്റെ എനിച്ചിട്ടുള്ള വരവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറയും കേട്ടോ. എനിക്ക് വരുമ്പോൾ ഇന്നലെ 12:30 ഉച്ചയ്ക്ക് 12:30 എനിക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ സമയം 10:30 ഉണ്ടാവും, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറയും ഒന്നെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാവും അവൻ നീച്ച് വരും. ഇനി അവൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അവനെ കുളിപ്പിച്ച് അവന് കഴിക്കാൻ കൊടുക്കുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും ഒന്ന് വെക്കേഷനായി പിന്നെ അങ്ങനെയാലോ, പിന്നെ അപ്പോൾ നമുക്ക് ഇരിക്കാൻ നേരം കിട്ടില്ല എന്നൊക്കെ ഞാൻ ഒന്നിങ്ങനെ കുറുകുറുക്കിട്ടോ. അപ്പോൾ പറയും വെക്കേഷൻ തുടങ്ങിയില്ലേ, ഇനി തൊട്ടിട്ട് ഞാൻ കിടന്നിട്ട് എനിക്ക് വരുമ്പോൾ ഞാൻ വൃത്തിയാക്കി ഇട്ടോളാം, ഞാൻ ബെഡ്ഷീറ്റ് മടക്കി വെച്ചോളാം, ഞാൻ കുടഞ്ഞ് വിരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ 2 ദിവസം പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വരുമ്പോഴൊക്കെ മടക്കി വെച്ചിട്ട് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കുട്ടി നല്ല കുട്ടിയാവുന്നുണ്ട് കേട്ടോ. എത്ര ദിവസം ഉണ്ടാവും ഈ നല്ല കുട്ടിത്തരം? എത്ര ദിവസം ഉണ്ടാവും? ഇന്നേക്ക് 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് 10 ദിവസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പല്ലൊക്കെ ഉണ്ടായ കുറച്ചേരം കൂടി ഉറങ്ങിയേ? ക്ഷീണം മാറ്റാൻ കിടക്കുക? ഇത്ര നേരം ഉറങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ. ഇത് കറക്റ്റാണ് കൂടി ഒന്ന് നീക്കിട്ടോളൂ കേട്ടോ. എനിക്ക് വരുമ്പോ ലൈറ്റ് ഓഫ് ആക്കാം. അമ്മ അത് ആക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം തേച്ചപ്പൻ്റെ ഇപ്പോൾ അവിടെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചിട്ട് ഇതേ നേരെ ഞാൻ നമ്മുടെ മുട്ടക്കറി റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടക്കറി ആയി, അത് വേഗം ഒരു പാത്രത്തിലാക്കി. ഇനി അതിൽ തന്നെ നമുക്ക് ഉപ്പേരിയും വെക്കാമല്ലോ. അങ്ങനെ ഞാനത് വേഗം കഴുകിയിട്ട് നമ്മുടെ ഉപ്പേരിക്കും കൂടിയും ഇതാക്കുകയാണ്. ഇത് ഉപ്പേരി ഇങ്ങനെ ഞാൻ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ വെച്ചത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കും, കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളക് ഇഞ്ചി ഇട്ടിട്ടില്ലേ തോന്നുന്നു, ഇഞ്ചി യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടിയിട്ട് വറവിട്ടിട്ട് വെക്കണ പോലെ അതിട്ടിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകട്ടോ ചെയ്യുക. പിന്നെ ഞാൻ വെന്തതിന് ശേഷം കുറച്ച് നേരമായിട്ട് മുരിയിച്ചെടുക്കും കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ ഓഫാക്കില്ല, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ മുരിയിക്കും. അപ്പം നല്ല ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കിയത്. പിന്നെ അതായത് നമ്മുടെ ചപ്പാത്തി വാങ്ങിക്കൊടുന്നത് വേഗം ചുട്ടെടുക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഇപ്പം ഈ വീട്ടിൽ പാക്കറ്റ് ചപ്പാത്തി 2ാമത്തെ പ്രാവശ്യമായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ആരോ വരുന്നൊരു സമയത്താണ് പെട്ടെന്ന് വെൻചേട്ടൻ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കൊടുന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് ഞാൻ തന്നെയാട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ്. ആദ്യം നമ്മൾ എന്നും ഡെയിലി ചപ്പാത്തിയല്ലേ കഴിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കൽ ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയിരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് പരിചയമായിട്ട്. പക്ഷെ ഇപ്പം കുറേ ആയിട്ട് നമ്മൾ ചപ്പാത്തി നിർത്തി. ഇപ്പം നമ്മൾ ഡെയിലി ചോറ് തന്നെയാട്ടോ രാത്രി കഴിക്കാറ്. സ്റ്റാർട്ടിങ് ഭയങ്കര ഡയറ്റ് പ്ലാനൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം നമ്മൾ നോർമൽ ചോറ് രാവിലെ വെക്കുക, ആ ഒരു വെപ്പ് തന്നെയായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കുക ചിക്കുമ്പോഴേക്ക് സമയം എടുക്കുമെന്നൊന്ന് തോന്നി. പിന്നെ തേജ് ഇതുപോലെ എനിക്ക് വന്നാൽ ചിലപ്പോൾ വേഗം
വിശക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ആണെങ്കിൽ നല്ല വാശിയായിരുന്നു, അയ്യോക്ക് ചപ്പാത്തി വേണം അമ്മ, ചപ്പാത്തി കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാനും വൈകിയില്ല. അപ്പോൾ അതാണ് വിൻഷേട്ടൻ എന്ന പാക്കറ്റ് വാങ്ങിക്കൊടുന്നത്, ഇത് കൊടുത്തോ അവനെന്നും പറഞ്ഞിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് 4-5 കൈ ഉണ്ടെങ്കിൽ എന്നൊക്കെ തോന്നും കേട്ടോ. കാരണം 2 ഗ്യാസുമേയും സാധനങ്ങളാണ്, അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യല്ലേ. എനിക്ക് ഇഷ്ടമാട്ടോ, ഒരു ഗ്യാസുമ്പോൾ തന്നെ ഒറ്റയടിക്ക് എല്ലാം വെച്ച് തീർക്കാനാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഓരോന്ന് വെക്കണേ കഷ്ടം, ഒറ്റയടിക്ക് എല്ലാം വെച്ച് തീർക്കണതാണേ. എന്താടി കാട്ടണേ? തിരുമ്പിയേ എന്നിട്ട് ഏയ് എങ്ങട് മിനിറ്റത്തേക്ക് നടക്കാം. തിരുമണ കല്ലുണ്ട് അങ്ങോട്ട് വായോ, അല്ലാണ്ട് ഇവിടെ അല്ല തിരുമ്പുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ വിൻഷേട്ടൻ വന്നു കേട്ടോ. തേജപ്പനെ ഞാൻ പല്ലേക്ക് തേജു എന്നും പറഞ്ഞിട്ട് ബാത്റൂമിൽ നിർത്തിയതാട്ടോ. അവൻ പല്ലേപ്പും കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സ് തിരുമ്പൽ തുടങ്ങി. എന്താ ചെയ്യുക, പണിയെടുക്കാനൊക്കെ ഭയങ്കര ശുഷ്കാന്തി ആട്ടോ ഇവനിപ്പോൾ. പോരാത്തന്നെ ഇത് എൻ്റെ ഡ്രസ്സും കൂടി കഴുകിത്തരാന്നാട്ടോ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ തേജപ്പനെ കുളിച്ച് ഇങ്ങനെ ഇറക്കണം നേരത്താട്ട വിൻഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജുവിനോട് പോയിട്ട് ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇരുന്ന് നല്ല കുട്ടിയായിട്ട് ഡ്രസ്സൊക്കെ ഇരുന്ന് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ടൻ വരുമ്പോൾ മുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു. മുട്ടയാണെങ്കിൽ അതിൽ വെച്ചിട്ട് തോന്നുന്നു പൊട്ടിയിരിക്കണം. അപ്പോൾ ആ സാധനങ്ങൾ ബാക്കിൽ കൂടെ കൊടുന്നു ഇങ്ങനെ ഒറ്റ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മീനും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേറെ പാത്രത്തിൽ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങാൻ നിൽക്കുകയാണേ. അപ്പോൾ മുട്ടയിൽ എന്താ വിറ്റെന്ന് വെച്ചാൽ മുട്ടയും നമ്മുടെ പച്ചമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കവറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളകും മുട്ട ഇങ്ങനെ മെഴുമെഴുന്നതിനായിട്ടാക്കി എൻ്റെ കയ്യിൽ കിട്ടിയതിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് വെച്ചു. പിന്നെ ഇത് അപ്പോഴേക്ക് നമ്മുടെ തേജപ്പൻ സുന്ദരമണിയായിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കൂടി ചായ കുടിക്കാൻ ഇരിക്കാൻ നോക്കുകയാണ്. വിൻഷേട്ടൻ നന്നായി വിശന്നിട്ടാട്ടോ വന്നിരിക്കുന്നത്. കാരണം ഈ വെയിലത്ത് വിസിറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെറും ചായ കുടിച്ച് പോയതല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ചപ്പാത്തി എന്ന് വെച്ചാൽ തേജുവിനായാലും വിൻഷേട്ടനായാലും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിൻഷേട്ടൻ പുറമെന്നൊന്നും ഫുഡ് കഴിക്കാൻ നിന്നില്ല. നേരെ വിസിറ്റ് കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വേഗം പോരാട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതേ ഫുഡ് കഴിക്കാട്ടോ. വിൻഷേട്ടൻ വിസിറ്റിന് പോയ കഥകളൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഇതേ ഉച്ചത്തേക്ക് കയ്യോടെ തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് വേഗം ഉച്ചത്തേക്കുള്ളത് റെഡിയാക്കാൻ നിന്നോട്ടോ. ഇനി അവിടെ ഇരുന്നാൽ ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കും, ഒന്നെങ്കിൽ വർത്താനം പറഞ്ഞിട്ടോ ഫോൺ എടുത്താലോ അവിടെ ഇരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ കിച്ചണിൽ കയറിയിട്ടാ. അപ്പോൾ തേജപ്പം ഭയങ്കര ഹെൽപ്പിങ്ങിന് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, അമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്ത് തരണോ, ഇങ്ങനെ വന്ന് നമ്മുടെ ചെവിട്ടിൽ കിടി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നേക്ക് ഉള്ളി നന്നാക്കി എന്നോ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയ ചുവന്നുള്ളി ഇല്ലേ അതിട്ട് കൊടുത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മിണ്ടില്ലേ കുറച്ച് നേരത്തേക്ക്, കാരണം അത് പൊളിച്ച് ഇങ്ങനെ എടുക്കണ്ടേ. അപ്പം ഞാൻ വേഗം അവിടെയൊക്കെ തുടച്ച് വൃത്തിയിട്ട് അവിടെ കയറ്റിയിരുത്തി കൊടുത്തു. കുറച്ച് നേരത്തേക്കാണെങ്കില്ല, കാരണം അതിങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഇരിക്കും. കൈ വേദനിച്ച് തുടങ്ങിയാൽ പറയും അമ്മേ മതി ഇനി അമ്മ ചെയ്തോ പറഞ്ഞിട്ട് വേഗം പൊക്കോളും എനിക്കറിയാം. പക്ഷെ കുട്ടി അത് ഫുള്ളിരുന്ന് നന്നാക്കി തന്നു കേട്ടോ. ചെറിയതായിട്ട് പഠിച്ചു തോന്നുന്നതൊക്കെ നന്നായി. ഇതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടനെ പോയി വിളിച്ചു വിട്ടു. അച്ഛ വായോ അമ്മ ഒറ്റയ്ക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വിൻഷേട്ടന് തല വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ മൈഗ്രെയിൻ ഉണ്ടെന്ന്. അപ്പോൾ വെയിലത്തൊക്കെ വന്നിട്ട് അച്ഛ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കുട്ടി ചെന്നോ എന്ന് പറഞ്ഞിട്ട് വിൻഷേട്ട അവിടെ കുറച്ച് നേരം കിടന്നു കൂട്ടാ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഇരുന്ന് പറയുകയാണ് അമ്മ അച്ഛക്ക് തല വേദനിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ പണിയെടുക്കാൻ ഇരിക്കണത് കേട്ടോ ആള്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അവൻ്റെ അച്ഛൻ സൂപ്പർ അച്ഛനാന്നൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടോണ്ടോ തോന്നുന്നു വിൻഷേട്ടൻ വേഗത എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻഷേട്ടന് മനസ്സിലായി ഞാനിവിടെ കിച്ചണിൽ ഇങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാച്ച വിൻഷേട്ടൻ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും വെള്ളം കലക്കി തരാനായിട്ട് എനിക്ക് ചെയ്യാറ്. നാരങ്ങയോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് വിൻഷേട്ടൻ എന്താ ഷമാമോ അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ടില്ലേ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു കേട്ടോ. കുറേ നാളുണ്ട് ഇത് അടിച്ചുതരാൻ പറഞ്ഞിട്ട്. അപ്പോൾ വിൻഷേട്ടൻ വേഗം തന്നെ ജ്യൂസ് ഉണ്ടാക്കി തരാനായിട്ട് ചെയ്ത്. അതിന് ശേഷം വിൻഷേട്ടനും
കളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ അതേ നന്നാക്കുന്നുണ്ട് കേട്ടോ. അത് നന്നാക്കിയിട്ട് അടിച്ചേരാൻ നോക്കുന്നുണ്ട്. പിന്നെ തേജ് ആണെങ്കിൽ നടന്നിട്ട് എവിടെ ഹെൽപ്പ് ചെയ്യണം എന്നാണെങ്കിൽ നോക്കണത്. നടന്ന് ചോദിക്കണം, അമ്മ ഇനി എന്തെങ്കിലും ചെയ്തു തരണോ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ വിൻഷാൻ്റെ അടുത്ത്, അച്ഛാ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഇതാണ് ഈ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ആൾ ചോദിക്കണത് കേട്ടോ. അവസാനം ഞാൻ എന്ത് ചെയ്തവ നന്നാക്കി ഉള്ളി അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇതിങ്ങനെ ഒരലോട്ട് ഇടിച്ചിടിച്ചിട്ട് ചമ്മന്തി ആക്കിയിട്ട് ഇതായോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിരുന്നിട്ട് ഇങ്ങനെ കുത്തി കുറച്ചേരം ഇരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാത്രം കഴുകാനുള്ളത് കഴുകുന്നുണ്ട്. പിന്നെ മീനാട്ടോ ഇപ്പം കഴുകണത്. ഇതെന്ത് മീനാണെന്നറിയോ? സ്രാവില്ലേ, പച്ച സ്രാവ്, ഉണക്കലല്ല കേട്ടാ, പച്ച സ്രാവ കൊടുത്തിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഉണക്കലും ഇതും മാന്തളില്ലേ, മാന്തളും ഉണക്കമത്തി എന്നൊക്കെ പറയില്ല, ഈ രണ്ട് സാധനമാണ് എനിക്ക് അറിയുള്ളൂ കേട്ടാ. പക്ഷെ വിൻഷേട്ടനാണ് ഇങ്ങനത്തെ ഓരോ ഇത് വാങ്ങുക. എനിക്ക് കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പേരറിയില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാ ഫുഡായാലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒന്നിൻ്റെയും പേരെനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രത്യേകത എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതേ വിൻഷേട്ടൻ ജ്യൂസ് അടിച്ചു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയണ്ടായിരുന്നില്ല. എന്തോ ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ കഴിക്കണത്. പിന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അത് കഴുകി അങ്ങനെ എല്ലാ പാത്രങ്ങളും കുറച്ചും കൂടി കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ കുറേ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 ആളും കൂടി കിച്ചണിൽ കയറിയുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കും. നമ്മൾ ഒരാൾ കയറുന്ന പോലെയല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരും കൂടി കിച്ചണിൽ കയറിയ നല്ല രീതിക്ക് പരക്കൂലോ പാത്രങ്ങൾ. അപ്പോഴത്തെ നമ്മുടെ മീൻ വറുത്തിട്ടുണ്ട്, ഉപ്പേരി ഇട്ടോ. മീൻ വറുക്കാനുള്ളത് വിൻഷേട്ടൻ കൊടുക്കുന്നുണ്ടായിരുന്നു, പച്ചമാന്തൾ. അങ്ങനെ അതെല്ലാം ആയതിനു ശേഷം ഞങ്ങളിത് ഇങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് കിടന്നു കേട്ടോ. അതാണ് ഒറ്റയടിക്ക് നമ്മൾ രാവിലെ തന്നെ എല്ലാം തീർക്കാച്ച് നമുക്കിങ്ങനെ ഇരിക്കാൻ നേരം കിട്ടും. അല്ലാണ്ട് ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ കിച്ചണിൽ കയറി നമുക്ക് റെസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് രാത്രിക്ക് ഉള്ളതൊക്കെ ആയിക്കഴിഞ്ഞു, ഇനി ഫ്രീ ആണ്, വിശക്കുമ്പോൾ എടുത്ത് കഴിക്കുക, അത്രേ വേണ്ടൂ. അങ്ങനെ അതേ ഉപ്പേരിയും മീൻ വറുത്തതും മീൻകറിയും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചോറുണ്ടായിരിക്കുകയാണ്. പക്ഷെ മീൻകറി വെച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മീൻകറിയിലെ പുളി കുറച്ച് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അതിനനുസരിച്ചിട്ട് ഞാൻ മസാല സെറ്റ് ചെയ്തില്ല തോന്നുന്നു. പുളിയായിരുന്നു കൂടുതൽ ഫീൽ ചെയ്തത്. എരിവൊന്നും അധികം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിക്കോ അല്ലെങ്കിൽ പിറ്റേന്നത്തേക്കോ ഒക്കെ ഉണ്ടാവുമല്ലോ ബാക്കി, അപ്പോൾ അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും തേങ്ങ അരച്ചൊഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കി. പിന്നെ അതേ വീണ്ടും ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ കിടന്നു കേട്ടോ. ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞ് കിടക്കുകയാണേ. എന്താ ഞാനിങ്ങനെ പിടിക്കണം, ഇങ്ങനെ ചുരുക്കി പിടിക്കുന്ന നേരെ പിടിക്കണ, ഇങ്ങനെ പിടിക്കണ. ഇതിങ്ങനെ ചുരുക്കി പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഒക്കെ അതൊന്നും അറിയില്ല. ഫോൺ പിടിച്ചേക്കണതാണ്. ഇതിലൊന്നും അറിയില്ല. ടാറ്റ, ഞാൻ ഒന്നാൻ പോവാൻ പറയും. അങ്ങനെ ഇതേ കുറേ നേരം കിടന്നു കേട്ടോ. ഞങ്ങൾ 3 മണി 3:30 ആകുമ്പോഴായിരിക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നത്. എന്നിട്ടൊരു 5:30 അമ്പലത്തിൽ പാട്ട് വെച്ചപ്പോഴാട്ടാ എനിക്കത്. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വിൻഷേട്ടൻ ഉറങ്ങിയിട്ടാ. ഞാനും തേജും ഇങ്ങനെ കളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ വേഗം 5:30 അമ്പലത്തിൽ പാട്ട് വെച്ച് കേട്ടപ്പോൾ വേഗം എനിക്ക് മേലൊക്കെ കഴുകിയിട്ട് ഞാനിതേ തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് ഒരു കൊളാബിൻ്റെ ഒരു സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല അഞ്ജലി ചേച്ചി. ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന സെറ്റ് മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആവണങ്ങാട്ട് പോകുമ്പോൾ. അപ്പോൾ ആ പേജിൽ നിന്ന് തന്നെയായിട്ട് തന്നിരിക്കുന്നത്. അദ്വിക ബൈ അഞ്ജലി എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ ഞാൻ തയ്ച്ച് കിട്ടിയിട്ട് വീഡിയോസും ഇതൊക്കെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തന്നെയായിട്ടാണ് പോണത്. ഇത് ആ കാണുന്ന വീട്ടിലേക്കായിട്ടാണ് പോണത്. അപ്പോൾ തേജ് ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ എൻ്റെ കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്ത ചേച്ചിയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് തിരിയുമ്പോഴേക്കും തേജുവിനെ കാണാല്ലേ. അവ അതേ വീട്ടിലേക്ക് ഓടി എത്തിക്കണു. അങ്ങനെ ഞാൻ വേഗം അവിടെ നിന്ന് ഓടി വന്നു കേട്ടാ. പിന്നെ അവ അതേ വന്ന് പറയുന്നുണ്ട്, അമ്മ കൊണ്ടുപോയി കവർ അവിടെ കൊണ്ട് കൊടുത്തോ, എന്തിനാ കൊടുത്തു, ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ വേഗം, ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. വേഗം എനിക്ക് ഞാനിനി ഇരുട്ടാവില്ലേ, രാത്രി ഇപ്പോൾ പോകണുണ്ടാലോ വിചാരിച്ചിട്ട് വേഗം കൊണ്ടുകൊടുത്ത് വന്നിട്ട് ചായ വെച്ചു. പിന്നെ നമ്മൾ കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ എന്തപ്പോൾ ചായക്ക് കഴിക്കുക വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് നമ്മുടെ കൊള്ളി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ കൊള്ളി കൊടുന്നതേ അന്ന് ആദർശം അമ്മയും തേജു ആരി കൂടി വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർ ചിക്കനും കൊള്ളിയൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അതൊന്നൊരു കുഞ്ഞ് കഷ്ണം കൊള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും വെക്കുമ്പോൾ ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഈ സംഭവമൊക്കെ ഓർമ്മ വന്നിട്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് അത് പുഴുങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വെറുതെ ഒറ്റ പുഴുങ്ങൽ പുഴുങ്ങിയെടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതിനുള്ളതില്ല. അപ്പം അങ്ങനെ കൊത്തി കുഞ്ഞി കഷ്ണാക്കിയിട്ട് അങ്ങനെ പുഴുങ്ങിയെടുത്തു കേട്ടോ. എന്നിട്ട് കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇത് തേജും വിൻഷേട്ടനും കൂടി മേലെ എഴുകാൻ കയറിയിട്ടാ. അപ്പോഴേക്കും ഇത് നമ്മുടെ കൊള്ളിയൊക്കെ വെന്തു. നല്ല
അടിപൊളി കൊള്ളിയാട്ടോ, നല്ല രസമുള്ള കൊള്ളിയായിരുന്നു. വേഗം വേവൊക്കെ നല്ല ഒരു ഇത് ചില കൊള്ളി ഉണ്ടാവില്ലേ ഇങ്ങനെ എന്താ കല്ല് പോലെ തന്നെ നിൽക്കും, ഒരു രസമില്ലാണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല, ഇത് നല്ല കൊള്ളിയായിരുന്നു. അപ്പോൾ ഞാൻ പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, സബോള അതിട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച കൊള്ളി ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കായാലും തേജുവിനായാലും മിൻഷേട്ടനായാലും എന്തും ഇങ്ങനെ കോരിക്കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൊള്ളി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പായസം പോലെ ഇങ്ങനെ കോരി കഴിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണോ ചിലവർക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടായിരിക്കില്ല കേട്ടോ, പക്ഷെ എനിക്കും മിൻഷേട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായതുകൊണ്ട് സുഖമായി. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഉപ്മാവൊക്കെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ പോലും ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കും. ഇപ്പോൾ റവ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിങ്ങനെ കോരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊള്ളി നല്ലോണം വേവിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇത് വറുത്തിടുമ്പോഴേക്കും ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. തേജുവിനും അത് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ കോരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിക്കുമ്പോഴേക്കും 7 മണി 7:15 ആകുമ്പോഴാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് തോന്നി ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഇതാക്കണമെന്ന്. കാരണം എൻ്റെ മുഖത്ത് വീണ്ടും കുരുക്കൾ വന്നു തുടങ്ങി. ഈ കുരുപ്പൂവും പോയി കഴിഞ്ഞിട്ട് 2 ദിവസം നല്ല സ്കിന്നായിട്ട് വരുമ്പോഴേക്കും വീണ്ടും വരും കുരു. അങ്ങനെയാണ് ഇപ്പം എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ കുറച്ച് മുൾട്ടാണി മൾട്ടി വീട്ടിലിരുന്നായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞോളൂ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങി വയ്ക്കും, പക്ഷേ ഇതൊന്നും ഞാൻ തേക്കാനും പോണില്ല. മറ്റേ ബീട്രൂട്ട് പൗഡർ ഉണ്ടായിരുന്നു, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടായിരുന്നു, രണ്ടും ഡേറ്റ് കഴിഞ്ഞു. അപ്പം ഇനി ഇതും കൂടി ഉള്ളു. ഇനി ഇത് ഡേറ്റ് കഴിഞ്ഞ് മറ്റേത് രണ്ടും കളഞ്ഞു. കാരണം വെറുതെ വാങ്ങി വെച്ചു. ഞാൻ കൊടുന്ന ആ ഒരു ദിവസം മാത്രമേ ഞാൻ തേച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മിൻഷാട്ടിനും ഇത് എന്നിട്ട് വേഗം ഇതിന് ഡേറ്റ് കഴിഞ്ഞ് വേസ്റ്റ് ആക്കണ്ട, എത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇതെടുത്തിട്ട് തേച്ചു. അപ്പോൾ മിൻഷാട്ടിൻ്റെ മുഖത്ത് ഞാൻ ബാക്കി തേച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് എന്നോട് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാത്തത്, ഞാൻ അതൊന്നും കെയർ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ഒരു റുട്ടീനോ അങ്ങനെ ഒന്നും എനിക്കില്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും തോന്നുമ്പോഴത്തെ തേക്കുക എന്നല്ലാണ്ട് ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളല്ല. അതാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാത്തത്. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിച്ചത്. ഇത് വേറെ ഒന്നല്ല, റോസ് വാട്ടർ ഉണ്ടായിരുന്നില്ല, പച്ചവെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ തേച്ചിരിക്കുന്നത്. പിന്നെ അതേ ഇവർ ചോറുണ്ണുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീൻകറിയും മീൻ വറുത്തതും കൂട്ടിയിട്ട് വിൻഷാട്ടിനും തേജും ചോറുണ്ടു. എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിൻഷാട്ട് എന്ത് ചെയ്തു, ഒരു തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു തന്നു എനിക്ക്. അപ്പോൾ തേജുവിന് ഇതേ ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറുണ്ണില്ല എന്ന് പറഞ്ഞപ്പോൾ വിൻഷാട്ട് ഇതേ തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു കൊടുന്നു. അപ്പം ഞാൻ അത് കുടിച്ചു കേട്ടോ. എനിക്കിങ്ങനെ എന്തെങ്കിലും വെള്ളം ജ്യൂസോ അതൊക്കെ ഉണ്ടെങ്കിൽ മതിക്ക് ചോറ് വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഷുഗർ നല്ലപ്പോൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കണോണ്ട് നല്ല ഷുഗർ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിനിടയ്ക്കാണ് നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഡേ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളോ. നമ്മൾ ആ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ലൈവ് വരികയാണ് ചെയ്തത്. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ടുള്ള ഇരുത്താണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വിൻഷാട്ടിക്ക് ലേസി ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് വെച്ചതാണെന്ന് കേട്ടോ. അത് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കഴിയേണ്ട നേരമായിരുന്നു. അപ്പോൾ ഞാൻ അതിരുന്ന് കഴിക്കട്ടെ ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാനും തേജപ്പനും കിടക്കാൻ പോകുന്നു. നിങ്ങൾ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈവ് വന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ 11:15 ആയിട്ടുണ്ട് കേട്ടോ കിടക്കാൻ. ഞാനും തേജപ്പനും കിടക്കാൻ പോകുന്നു. വിൻഷാട്ടറിൻ്റെ കളി അവിടെ കഴിഞ്ഞിട്ടില്ലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നുണ്ടാവുള്ളൂ. ഞാനും തേജും കൂടി ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ചാനലൊക്കെ ചെക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നാളെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എല്ലാവരും പറയാറുണ്ട് ലോങ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഞാനിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്സും വീഡിയോസും ഒക്കെ ഇനി പഴയ പോലെ വരണം. ഇതാണ് പനി എന്തെങ്കിലും വയ്യായ്ക വന്നിട്ട് നമ്മളൊന്ന് പിന്നിലേക്ക് നിന്നാൽ പിന്നെ നമ്മൾ പഴയ പോലെ വരിക പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയല്ല, ഭയങ്കരമായിട്ടൊരു ചടപ്പ് പിടിച്ചു. ഇപ്പോൾ പനിയാകുമ്പോൾ എന്താ വെച്ചാൽ വേഗം പണികൾ ഇങ്ങനെ ഒന്ന് ഒതുക്കുക, വന്ന് കെടുക്കുക, ഇരിക്കുക, അങ്ങനെയായിരുന്നു നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ട്രൈപോഡ് തൊട്ടിട്ടില്ല കേട്ടോ. ഒരു 1-1.5 ദിവസം ഞാൻ ട്രൈപോഡ് തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പണിയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണി ഉണ്ട്. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയുള്ളൂ. ഞാനായാലും മുന്നേ വിചാരിച്ചിട്ട് എന്താ ഇപ്പോൾ വീഡിയോ എടുക്കുക അത്ര പണി, നമ്മളെന്തായാലും ചെയ്യുമല്ലോ, അവിടെ എവിടെയെങ്കിലും ഫോൺ കൊണ്ടുവച്ചാൽ പോരെ തോന്നും. പക്ഷേ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതൊരു പണിയായിട്ട് തോന്നും. അപ്പം അങ്ങനെ പിന്നെ എന്തായാലും പഴയ പോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ തേജും കാര്യങ്ങളും ലവ് സ്റ്റോറിയൊക്കെ എന്തായാലും ഈ മാസം ഇടും. ലവ് സ്റ്റോറി എന്തായാലും ഈ മാസം ഇടും. വിൻഷാട്ടിനെ കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്കെങ്കിലും ഇടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കങ്ങനെ വേഗം 100K ആവട്ടെ. കുറച്ച് സ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കയറല്. അപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എല്ലാവരും ഫ്രീ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.